എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PV's പവലിയൻ. ഇന്ത്യ അഗൈൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ കളി ദിവസം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഗോഹട്ടിയിൽ നടക്കുന്ന ഈ ടെസ്റ്റ് മാച്ച് സൗത്ത് ആഫ്രിക്ക സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുപോകുന്നത്. അതായത് അവരുടെ മാമത്ത് സ്കോർ 489 പിന്തുടർന്നുകൊണ്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. KL രാഹുൽ ആൻഡ് യശസ്വി ജയ്സ്വാൾ ഇവർ രണ്ടുപേരും അടങ്ങുന്ന ഓപ്പണിംഗ് ജോഡി 65 റണ്ണായപ്പോൾ KL രാഹുൽ ഒരു അൺപ്ലേയബിൾ ഡെലിവറി എന്ന് തന്നെ പറയാം. ഡിഫൻസ് ചെയ്താണ് സ്ലിപ്പിൽ ക്യാച്ചായി ഔട്ടായി. എന്നാലും ജയ്സ്വാൾ നന്നായിട്ട് കളിച്ചൊരു അർദ്ധ സെഞ്ചുറിയൊക്കെ തികച്ചു. ബട്ട് 95 for 2 എന്ന നിലയിൽ ജയ്സ്വാൾ ഔട്ടായതോടുകൂടി ഒരു ഇമിനൻ്റ് കൊളാപ്സാണ് വന്നത്. അതായത് തുടർന്ന് വന്ന ബാറ്റ്സ്മാർക്ക് ആരും അപ്ലൈ ചെയ്തില്ല. ജസ്റ്റ് കം ആൻഡ് ഗോ ലൈക്ക് 122 for 7. ആ 5 വിക്കറ്റ് പോയത് വെറും 50 റൺസിൽ 5 വിക്കറ്റ് നഷ്ടമായി. ഒരു ടെസ്റ്റ് മാച്ചിൻ്റെ തേർഡ് ഡേ ഇതുപോലൊരു കൊളാപ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ടീമിന് തിരിച്ചു വരവ് വളരെ ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അണ്ടിൽ ആൻഡ് അൺലെസ് സംബഡി പ്ലേഡ് എ മിറാക്കിൾ ഇന്നിങ്സ്. 7 വിക്കറ്റുകൾക്ക് ശേഷം കുൽദീപ് യാദവ് ഒരു പ്യുവർ ബൗളറാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം വാഷിങ്ടൺ സുന്ദറിന് നല്ല ഒരു കൂട്ടുകെട്ട് കൊടുത്തു, നല്ല സപ്പോർട്ട് കൊടുത്തു. വാഷിങ്ടൺ സുന്ദർ 48 റൺസ് എടുത്ത് അർദ്ധ സെഞ്ചുറി തികയ്ക്കുന്നതിന് മുമ്പ് ഔട്ടായിപ്പോയി. കുൽദീപ് യാദവ് 19 റൺസ് 19 റൺസ് ഓൺലി ഹി മെയ്ഡ്. ബട്ട് അദ്ദേഹം കളിച്ചത് 134 ബോളാണ്. അത്രയും ആപ്ലിക്കേഷനോട് കൂടിയാണ് കളിച്ചത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കളിക്കണമായിരുന്നു. ആർക്കാണ് ഇത്ര ധൃതി? നമ്മൾ ടെസ്റ്റ് മാച്ച് എങ്ങനെയെങ്കിലും വിക്കറ്റ് പോകാതെ നോക്കല്ലേ വേണ്ടത്. ടെസ്റ്റ് മാച്ചിൽ എന്ന് പറഞ്ഞാൽ ബോൾസ് ഒരു വിഷയമല്ല. യു ഗോട്ട് സഫിഷ്യൻറ്റ് ടൈം, സോ യു ഷുഡ് അപ്ലൈ യുവർ സെൽഫ് ആൻഡ് റിമൈൻ ഇൻ ദി പിച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വിഷയം വന്നു. ഒരു അപ്ലിക്കേഷനില്ലാതെ വന്നവരും അതുപോലെ തന്നെ കളിക്കാനുള്ള ഒരു ത്രാണിയില്ലാതെ ഇവർ അവരുടെ സൗത്ത് ആഫ്രിക്കയുടെ കൂറ്റൻ സ്കോർ കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോയെന്ന് വരെ നമുക്ക് തോന്നി. എനിവേസ്, ഇന്ത്യക്ക് എടുക്കാൻ കഴിഞ്ഞത് 201 ഓൺലി, 201 റൺസാണ്. അത് കഴിഞ്ഞ് നമ്മളെ ഫോളോ ഓൺ ഇമ്പോസ് ചെയ്യാൻ വരുന്നവർക്ക് വീണ്ടും ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കാമായിരുന്നു. ബട്ട് ദേ ഡിസൈഡഡ് അതർവൈസ്. അവർ പറഞ്ഞല്ല, ഞങ്ങൾ തന്നെ ബാറ്റ് ചെയ്തോളാം. ഇപ്പോൾ അവർ രണ്ടാമത് ബാറ്റിംഗ് തുടങ്ങി. 26 for no loss ആണ്. ആരും ഔട്ടായിട്ടില്ല. അവർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ 300ൻ്റെ അബോവ് ലീഡുണ്ട്. ഒരു 450 ലീഡ് ഉണ്ടാക്കിയിട്ട് അവർ ഡിക്ലെയർ ചെയ്തിട്ട് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കും. ആൻഡ് ഫോർത്ത് ഇന്നിങ്സ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ഇന്ത്യ. ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യ വിൽ സേവ് ദിസ് മാച്ച്. ഒരു ക്രിക്കറ്റ് സെൻസ് അതാ പറയുന്നത്. ബട്ട് ആസ് ആൻ ഇന്ത്യൻ ഐ വാണ്ട് ഇന്ത്യ ഫൈറ്റ് ബാക്ക് and at least save the test, if not possible for a win. അത്രേ പറയാനെന്നുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ എല്ലാ ടീമിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് ആണോ, അതായത് തോൽക്കാൻ തുടങ്ങുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ മുന്നോട്ട് വരും. ജയിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാർപ്പറ്റിനടിയിലേക്ക് നീങ്ങും. ഓക്കെ, വെൻ യു സ്റ്റാർട്ട് ലൂസിങ് ദർ ആർ ക്വസ്റ്റ്യൻ അഗൻസ്റ്റ് യു. ഓക്കെ, കോച്ച് ശരിയല്ല, അഡ്മിനിസ്ട്രേഷൻ ശരിയല്ല, ക്യാപ്റ്റൻ ശരിയല്ല. അൺഫോർച്യുനേറ്റ്ലി ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് സുമാൻ ഗിൽ ടെസ്റ്റ് മാച്ചിനിടയിലാണ് പരിക്കേറ്റ് പുറത്തു പോയത്. അദ്ദേഹത്തിൻ്റെ ബദലായിട്ടാണ് നമ്മുടെ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ടെസ്റ്റ് മാച്ച് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു വിഷയമുണ്ട്. പക്ഷെ ഒരൊറ്റ പ്ലെയർ കൊണ്ട് ഇത്രയും വ്യത്യാസം വരാൻ പാടില്ലല്ലോ? ഇല്ല. ഓക്കെ, ഏതായാലും
ടെസ്റ്റ് മാച്ച് 3-ാം ദിവസമായി, 2 ദിവസം കൂടി ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം എന്ത് പറ്റും. ഇന്ത്യ ഏതെങ്കിലും മാസ്മരിക പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ നമുക്ക് കളിയിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ലെറ്റ് us always hope for the best only. മറ്റൊരു കാര്യം, 30 നവംബർ മുതൽ വൺ ഡേ സീരീസും ഇതേ ടീമിൻ്റെ അഗൻസ്റ്റ്, അതായത് നമ്മുടെ ഏറ്റവും റെസ്പെക്റ്റഡ് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നൊക്കെ ശ്രീലങ്ക എന്നൊക്കെ പറഞ്ഞാണല്ലോ, അവരെത്ര ഓപ്പോസിഷൻ ആയാലും നമുക്ക് അവരോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. ദീസ് പീപ്പിൾ ആർ ടൊറോ ജെൻറ്റിൽമെൻ. ഓക്കെ, സോ സൗത്ത് ആഫ്രിക്കയുടെ ഒരുപാട് പഴയ പ്ലെയേഴ്സൊക്കെ നമ്മളുടെ ഹീറോസാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ജയിച്ചാലും ഒരു ഫ്രണ്ട്ലി മാച്ചായിട്ട് നമുക്കിനെ കാണാം. ഓക്കെ, അപ്പോൾ ODI അതായത് വൺ ഡേ ഇൻ്റർനാഷണൽസ് തുടങ്ങുകയാണ്. 3 മാച്ചാണുള്ളത് 30-ാം തീയതി മുതൽ. ഓക്കെ, അപ്പോൾ അതിനുള്ള ടീം അനൗൺസ് ആയിരിക്കുകയാണ്. ഗില്ലില്ല, ഋഷഭ് പന്ത് ഇതിൽ ക്യാപ്റ്റൻ ചെയ്യുന്നു. ഇവരൊന്നുമല്ല. വി വിൽ ഹാവ് എ വെരി നൈസ് ക്യാപ്റ്റൻ KL രാഹുൽ ഒരു റിലയബിൾ പ്ലെയറാണ് ഇന്ത്യയുടെ. അദ്ദേഹം ഈസ് ഗോയിങ് ടു ലീഡ് ദി ODIs. വൺ ഡേ ഇൻ്റർനാഷണൽ 3 മാച്ചും ക്യാപ്റ്റനായിട്ട് വരുന്നത് KL രാഹുലാണ്. 15-അംഗ ടീമിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് പേര് വായിക്കാം. സഞ്ജു സാംസൺ ഇല്ല, അത് ആദ്യമേ പറയാം. മലയാളികളുടെ ഒരു വികാരമായ സഞ്ജു സാംസൺ ഇത്തവണയും വരുന്നില്ല ടീമിലേക്ക്. അദ്ദേഹത്തിന് പൂർണ്ണമായും നമ്മുടെ ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. കിട്ടുന്ന ചാൻസ് ശരിക്കും മുതലാക്കാൻ കഴിയാത്തൊരു പ്ലെയറും കൂടിയാണ്. പിന്നെ ഒരുപാട് ഷഫിൾ ചെയ്തുകൊണ്ട് അദ്ദേഹം എന്താ പറയുന്നത് ഫെഡപ്പായി കാണും. എനിവേസ് ഹീ ഈസ് നോട്ട് ഗോയിങ് ടു ബി ദയർ. അപ്പോൾ ഞാൻ ടീമിനെന്ന് പറയാം. ആദ്യം ബാറ്റ്സ്മാൻ പറയാം. രോഹിത് ശർമ്മ, അവർ ഓൾഡ് ഹോഴ്സ്. യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, ഓൾസോ നമ്പർ 1 പ്ലെയർ ഇൻ ദി വേൾഡ്. തിലക് വർമ്മ, ഋതുരാജ് ഗെയ്ക്വാഡ്, ഹീസ് കമ്മിങ് ബാക്ക് ടു ODI സൈഡ്. അതായത് ഇൻക്ലൂഷനാണ് ഇതിൽ. വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റൻ KL രാഹുൽ, ഋഷഭ് പന്ത്, ധ്രുവ് ജുറേൽ. ഋഷഭ് പന്ത് മിക്കവാറും കളിച്ചേക്കാൻ ചാൻസ് ഉണ്ട്. ധ്രുവ് ജുറേലും ഋഷഭ് പന്തും കളിക്കുമെന്ന് ചോദിച്ചാൽ ദർ ഈസ് നോ പോസിബിലിറ്റി. ഓൾറൗണ്ടേഴ്സിൽ വരുന്നത് വാഷിങ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി. റെഡ്ഡി വിൽ ഓൾസോ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇൻ ടു ദി 11. വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും മിക്കവാറും പക്ക കളിക്കും എന്ന് പറയാം. കാരണം അക്സർ പട്ടേൽ ഇല്ല ടീമിൽ. പിന്നെ പ്യുവർ ബോളേഴ്സായി വരുന്നത് കുൽദീപ് യാദവ്, മസ്റ്റ് പ്ലേ ആണ് എൻ്റെ അഭിപ്രായത്തിൽ. ഹർഷിത് റാണ ഈസ് ഗോയിങ് ടു പ്ലേ ഐ തിങ്ക്. പ്രസീദ് കൃഷ്ണ എ ഡൗട്ട്ഫുൾ ഇൻക്ലൂഷൻ, may not get a chance in the first ODI. Arshdeep Singh is definitely going to be in the playing 11. He's a wonderful bowler, left armer. Okay, so this is the squad which are going to play the ODIs. ഇതൊക്കെയാണ് വിശേഷം. പ്രത്യേക മറ്റു വിശേഷങ്ങളില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ നിർത്തുകയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുന്നുണ്ട് കുറേ ആളെങ്കിലും. സബ്സ്ക്രൈബ് വളരെ മോശമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സുഹൃത്തുക്കളിലേക്കും ബന്ധുമിത്രാദികളിലേക്കും ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.